ഫോണുകൾ വാങ്ങാൻ വരട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. ഈ മാസം ഇപ്പോൾ 26-27 ആയില്ലേ, ഇനിയിപ്പോൾ 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ അടുത്ത മാസമായി. മെയ് മാസത്തിൽ ഒട്ടനവധി നല്ല ഫോണുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും CMF ഫോൺ 2 Pro, അതേപോലെ IQ Neo 10 ഇറങ്ങുന്നുണ്ട്, മോട്ടോ എഡ്ജ് 60 Pro, എല്ലാ ബ്രാൻഡുകളുടെയും നല്ല നല്ല ഫോണുകൾ മിഡ് റേഞ്ചിൽ കണ്ടുവരുന്ന കിടിലം ഫോണുകൾ ഇറങ്ങുന്നുണ്ട്. OnePlus 13T ഒരു കോമ്പാക്ട് ഫോൺ ഇറങ്ങുന്നുണ്ട്. സാംസങ്ങിൻ്റെ ആ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുന്ന സ്ലിം അടുത്ത മാസമാണ്. സോ ഒട്ടനവധി നല്ല ഫോണാണ് അടുത്ത മാസം വരാൻ പോകുന്നത്. സോ ഒട്ടനെ പോയിട്ട് ഇനിയിപ്പോൾ ഈ വൈകിയ വേളയിൽ പോയിട്ട് ഫോണുകൾ വാങ്ങിക്കാൻ നിൽക്കല്ലേ, വെയിറ്റ് ചെയ്യുക. മെയ് മാസത്തിലെ ഫോണുകളുടെ ലിസ്റ്റ് ഇതാ ഇപ്പം പറയാം. എല്ലാവർക്കും ഷെയർ ചെയ്തോട് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടുമല്ലോ. ചാനൽ ഇതുവരെയാണ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ചോട്ടോ. ഇതുപോലത്തെ യൂസ്ഫുള്ളായ വീഡിയോകൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു ഫോൺ എന്ന് പറയുന്നത് Realme 14T കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തു. അത് Dimensity 6300 പ്രോസറൊക്കെ വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. വലിയ സെറ്റപ്പ് ഒന്നുമല്ല, പക്ഷേ കുഴപ്പമില്ല. IP69 റേറ്റിംഗും 6300 mAh 6000 mAhൻ്റെ ബാറ്ററി മറ്റൊക്കെയാണ്. അതിൻ്റെ സ്പെക്കൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. താല്പര്യപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. അതൊക്കെ ഓൾറെഡി ലോഞ്ച് ചെയ്തതാണ്. എന്തായാലും ലേറ്റസ്റ്റ് ലോഞ്ച് ആയതുകൊണ്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത മാസം വരാൻ പോകുന്ന ഫോണുകൾ അത് ഏതൊക്കെയാണ് നമുക്ക് നന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ ഫോൺ CMF ഫോൺ 2 Pro തന്നെയാണ്. കിടിലം ഫോണായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പെർഫോമൻസ് വൈസ് 15,000 രൂപ റേഞ്ചിൽ 15-20 ഇടയ്ക്ക് വരാൻ സാധ്യതയുള്ളൊരു ഫോണാണ്. ഇതിൽ Dimensity 7300 എന്ന പ്രോസറാണ്. സോ പെർഫോമൻസ് വൈസ് അടിപൊളിയാണ്. എന്നാലും ഇത് ഭയങ്കര സെറ്റപ്പ് എന്ന് പറയാനൊന്നുമില്ല. ആ പ്രൈസിൽ കണ്ടുവരുന്ന ഏറ്റവും നല്ല പ്രോസർ തന്നെയാണ്. പിന്നെ ഇതിൽ 6.7 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ഉണ്ട്. 5000 mAhൻ്റെ ബാറ്ററി ഉള്ളൂ. ബാക്കി എല്ലാ ഫോണുകളും 6000 mAh ബാറ്ററി വെച്ച് തകർത്ത് സെറ്റപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ ഇവർ 5000 mAh തന്നെയാണ് വെച്ച് ഇറക്കിയിരിക്കുന്നത്. അതേപോലെ 33 വാട്ടിൻ്റെ ചാർജിങ് കണ്ടുള്ളൂ. പക്ഷേ ഈ ഫോണിലെ ക്യാമറ ഗംഭീരമായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു ഓൾറൗണ്ടർ ഫോൺ രീതിയിൽ നോക്കിയാൽ നല്ല പെർഫോമൻസ്, നല്ല ഡിസൈൻ, വ്യത്യസ്തമായൊരു ഡിസൈൻ, അതേപോലെ ഒരു സ്പെഷ്യൽ ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നല്ല പെർഫോമൻസ്, ഡീസൻറ്റ് പെർഫോമൻസ് ഉണ്ട്, ഡീസൻറ്റ് ബാറ്ററി ഉണ്ട്, ഒക്കെ ഡീസൻറ്റ്. ഒരു ഓൾറൗണ്ടർ എന്ന രീതിയിൽ വ്യത്യസ്തമായ OnePlus നത്തിങ്ങിൻ്റെ ആ UIയും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് തീർച്ചയായിട്ടും നല്ലൊരു ഫോണായിരിക്കും. വന്നിരിപ്പുണ്ട്. അത് മാത്രമല്ല, ഏതൊക്കെയോ ഇവരുടെ TWSകൾ ഇയർബഡുകളും വന്നിരിക്കുന്നുണ്ട്. നോക്കട്ടെ, വിശദമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വരും. മറക്കാതെ ചാനൽ ഫോളോ ചെയ്ത് വെച്ചോളൂ. സംഗതി നല്ല ഫോണായിട്ടാണ് കണ്ടിട്ടും കേട്ടിട്ടും തോന്നിയത്. ഉപയോഗിച്ച് നോക്കട്ടെ, എന്നിട്ട് വരും ഡീറ്റെയിൽഡ് വീഡിയോ. പിന്നെ അടുത്ത ഒരു അപ്കമിങ് ഫോൺ എന്ന് പറയുന്നത് മോട്ടോ എഡ്ജ് 60 Pro ആണ്. മോട്ടോയുടെ പ്രോ ഫോണാണ്. അത് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഏറ്റവും നല്ല സെറ്റപ്പിൽ അവർ കൊടുക്കാൻ സാധ്യതയുള്ളൊരു ഫോണാണ്. ഓൾറെഡി അവരുടെ ക്യാമറകളൊക്കെ വളരെ നന്നായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ഫോണുകളിൽ ക്യാമറയാണ് എനിക്ക് ഇത്തിരി ഇഷ്ടക്കുറവുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷത്തെ ഫോണുകൾ നോക്കുമ്പോൾ. പക്ഷേ ഈ വർഷം വന്ന ഫോണുകളെല്ലാം ക്യാമറ നല്ലതായിരുന്നു. സോ അവർ ആ മേഖലയിലും ബെറ്ററായി. എല്ലാ കാര്യങ്ങളും നന്നായിക്കൊണ്ട് ഓൾറൗണ്ടർ ഫോണുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് മോട്ടോ. ഇതും അതുപോലെ നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ Dimensity 8350 എന്ന് പറയുന്ന നല്ല ഒന്നാം തരം പ്രോസറാണ് ഇരിക്കുന്നത്. അതേപോലെ 6000 mAhൻ്റെ ബാറ്ററി ഉണ്ട്, 68 വാട്ടിൻ്റെ ചാർജിങ് ഉണ്ട്, നല്ല ക്യാമറ, മൊത്തത്തിൽ എല്ലാ സംഭവങ്ങളും ഇതിൽ ഓൾറൗണ്ടറായിട്ട് കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസും ടോപ്പ് ലെവലിൽ കൊടുത്തിട്ടുണ്ട്. സോ മോട്ടോയുടെ ഫോണുകൾ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. April 30th ലോഞ്ച് എന്ന് അറിയുന്നത്. വെയിറ്റ് ചെയ്യാം. മെയ് മാസത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ സെയിലും തുടങ്ങുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇനി അടുത്തൊരു ഫോണാണ് IQ Neo 10. IQ Neo സീരീസ് എന്ന് പറയുന്നത് തന്നെ സെറ്റപ്പ് സീരീസാണ്. 30,000 റേഞ്ച് വരുന്ന ഫോണുകളാണ്. ഗംഭീര ക്വാളിറ്റി ഉണ്ടാവാറുണ്ട്. പെർഫോമൻസ് ആണ് മെയിൻ. ഒപ്പം തന്നെ തരക്കേടില്ലാത്ത ക്യാമറയും ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ്ങും ഒക്കെ ഇവർ കൊടുക്കാറുണ്ട്. സോ ഇതിലും കഥ വ്യത്യസ്തമല്ല, നല്ല സെറ്റപ്പാണ്. Dimensity 9400 എന്ന് പറയുന്ന പ്രോസറാണ്. അതായത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ നിൽക്കുന്ന പ്രോസർ തന്നെയാണ്. 6100 mAh ബാറ്ററി കൂടിയുണ്ട്. 120 വാട്ടിൻ്റെ ചാർജർ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്യാമറയുണ്ട്, നല്ല ഡിസ്പ്ലേ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഗംഭീരമാണ്. സോ Neo 10 വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. അടുത്ത മാസം പകുതിയോടുകൂടി ലോഞ്ച് ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. പിന്നെ അടുത്തതായിട്ട് സാംസങ്ങിൻ്റെ 1-2 ലോഞ്ചുകൾ വരുന്നുണ്ട്. ഒന്ന് M56ൻ്റെ ഫ്ലിപ്കാർട്ട് വെർഷൻ ഫ്ലിപ്കാർട്ടിൽ കിട്ടും. F56 എന്ന് പറഞ്ഞുകൊണ്ട് വരും. സോ അത് ഓൾറെഡി എൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. M56ൻ്റെ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ F56 എങ്ങനെയാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന്. Exynos 1480 പ്രോസർ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറ സെറ്റപ്പ്, ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്. നമുക്ക് ഓവറോൾ എല്ലാ കാര്യങ്ങളും സാംസങ്ങിൻ്റെതായ യൂഷ്വലായ എല്ലാ ഫീച്ചറുകളും വരുന്നുണ്ടായിരുന്നു. നല്ല ബാറ്ററി ഉണ്ട്. മൊത്തത്തിൽ നല്ലൊരു ഫോണായിരുന്നു M56. സോ നിങ്ങൾക്കത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ F56 വരുന്നുണ്ട്, അങ്ങനെ വാങ്ങിക്കാം. സാംസങ്ങിൻ്റെ മറ്റൊരു ലോഞ്ചാണ് നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കാത്തിരുന്ന ആ എഡ്ജ്, അതായത് S25 എഡ്ജ് സ്ലിമ്മായ ഫോൺ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഫോൺ. അത് 13-ാം തീയതി ലോഞ്ച് ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. സോ തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് റെഡി ആയിരുന്നുള്ളൂ. ഡീറ്റെയിൽഡ് വീഡിയോ വരും. സാംസങ്ങിൻ്റെ സ്ലിമ്മായ ഫോൺ, സാംസങ്ങിൻ്റെ നല്ല ഏറ്റവും സ്ലിമ്മായ ഫോൺ ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 പോയിൻറ്റ് സംതിങ് ആണ് അതിൻ്റെ തിക്നെസ് വരുന്നത്. അപ്പോൾ അത്രയും സ്ലിമ്മായ ഫോണാണ്. ബാറ്ററി ഒക്കെ ഇച്ചിരി കുറവാണ്, 4700 mAh ബാറ്ററിയൊക്കെ ഉള്ളൂ. പക്ഷേ എന്നാലും കുഴപ്പമില്ല. സ്ലിമ്മായ ഫോണുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതും പക്ക ഫീച്ചർ വെച്ചായ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്ലിം ഫോൺ വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നൈസായിരിക്കും. ഇനി അടുത്തത് OnePlusൻ്റെ ഫാൻസൊക്കെ ആണെങ്കിൽ OnePlus Nord CE5 എന്ന ഫോൺ ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു OnePlus ഫോണാണ്.
Dimensity 8350 എന്ന് പറയുന്ന നേരത്തെ നമ്മൾ മോട്ടോയിൽ പറഞ്ഞ അതേ പ്രോസറാണ്. സോ നല്ല ഒരു ടോപ്പ് ലെവൽ പെർഫോമൻസ് ഇതിൽ കിട്ടും. 7100 mAh ബാറ്ററിയും 80 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടായിരിക്കും. നല്ല AMOLED ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും OnePlusൻ്റെതായ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. പ്ലസ് ആക്ഷൻ ബട്ടൺ. ഇത്തവണ ആ സൈഡിലെ മ്യൂട്ട് ബട്ടൺ എടുത്ത് മാറ്റിയിട്ട് ആക്ഷൻ ബട്ടണുമായിട്ടായിരിക്കും OnePlus വരിക. അത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുമെന്നാണ് വിചാരിക്കുന്നത്. പല ആൾക്കാർക്ക് പല ആവശ്യത്തിനും ഉപയോഗിക്കാമല്ലോ. സൈലൻ്റ് ആക്കാൻ ഉപയോഗിക്കുന്നവർക്ക് അതിന് വേണ്ടി ഉപയോഗിക്കാം. സോ എല്ലാതരം ആവശ്യത്തിനും മാറ്റി ഉപയോഗിക്കാൻ കഴിയുന്നത് ഒരു നല്ല ചേഞ്ചായി. സോ OnePlusൻ്റെ Nord CE5 ഒരു വ്യത്യസ്തമായ OnePlus ഫോൺ ആയിരിക്കും. താല്പര്യമുള്ളവർക്ക് വെയിറ്റ് ചെയ്യാം. മെയ് പകുതിയോട് കൂടിയിട്ടായിരിക്കട്ടെ ഇതിൻ്റെ ലോഞ്ച് ഉണ്ടാവുക. അതേപോലെ അടുത്ത ഒരു ലോഞ്ചാണ് പോക്കോ F7. കിടുക്കുമെന്നാണ് പറയുന്നത്. കാരണം സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന് പറയുന്ന ടോപ്പ് ലെവൽ പ്രൊസസ്സർ ഉണ്ടായിരിക്കും. മാത്രമല്ല കൂടെ 7550 mAh ബാറ്ററി എന്ന് പറയുന്ന ടോപ്പ് ലെവൽ ബാറ്ററിയും കൊടുത്തിട്ടുണ്ടാവും. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടായിരിക്കും. പിന്നെ 6.8 ഇഞ്ചിലധികം വരുന്ന ഒരു ഒത്തിരി വലുപ്പം കൂടിയ ഡിസ്പ്ലേ സെറ്റപ്പ് ആയിരിക്കും. 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ടോപ്പ് ലെവലിൽ കൊടുത്തുകൊണ്ടാണ് പോക്കോ F7 വരാൻ പോകുന്നത്. ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ബാറ്ററി ഉള്ള ഫോൺ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ പോക്കോ ഫാൻസ് ഒക്കെ ആണെങ്കിൽ പോക്കോ F7 വേണ്ടി തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. അടുത്ത മാസം പകുതിയോടുകൂടി ഇതിൻ്റെ ലോഞ്ച് ഉണ്ടാകും. ഇനി പോക്കോ വേണ്ട എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് റിയൽമിയുടെ ഫോണുകളാണ് ഇഷ്ടമെങ്കിൽ റിയൽമി GT7 എന്ന ഫോണിന് വേണ്ടി തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. ഗംഭീര സംഭവമാണെന്നാണ് പറയുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു പ്രോസർ. Dimensity 9400 പ്ലസ്, അതായത് ടോപ്പ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസർ തന്നെയാണ് ഇതിനകത്ത് വെക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ നല്ലൊരു AMOLED ഡിസ്പ്ലേ ഉണ്ട്. 50 മെഗാപിക്സൽ ക്യാമറ സെറ്റപ്പാണ്. 7200 mAh വരെ 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. സോ റിയൽമി GT7 ഒരു അടിപൊളി റിയൽമി ഫോണാണ്. GT6 നമ്മൾ ചെയ്തില്ല, 6T ആയിരുന്നു നമ്മൾ ചെയ്തത്. ഇത്തവണ GT7 എടുത്തിട്ടുണ്ട്. 7 നമ്മൾ ചെയ്യും. ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഇത് വാല്യൂ ഫോർ മണി ഫോണാണ്. ഉറപ്പായിട്ടും ആ പ്രൈസിനുള്ള ഒരു സെറ്റപ്പ് ആ ഫോണിൽ കാണും. സോ GT7 വേണ്ടി തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. ഇനി ഇതൊന്നുമല്ല, നമുക്കൊരു കോമ്പാക്ട് ഫോണാണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ OnePlusൻ്റെ 13T വരുന്നുണ്ട്. ഇതൊരു കോമ്പാക്ട് ഫോൺ ആയിരിക്കും എന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ അതിലെല്ലാ കാര്യങ്ങളും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന് സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറയുന്ന നല്ല പ്രൊസസ്സറുണ്ട്. 6.3 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ, അതേപോലെ 50 മെഗാപിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പ്, 6260 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ചാർജിങ്ങും കൂടെ ചേരും. മൊത്തത്തിൽ അടിപൊളിയായിട്ട് എല്ലാ ഭാഗങ്ങളും നന്നായിരിക്കും. ഒരു ഇത്തിരി കോമ്പാക്ട് ലെവലിലുള്ള ഫോണും ആയിരിക്കും. സോ കയ്യിൽ ഒതുങ്ങാവുന്ന നല്ല ഡീസൻറ്റ് പെർഫോമൻസും നല്ല യൂസർ എക്സ്പീരിയൻസ് ഇരുന്ന OnePlusൻ്റെ ഓക്സിജൻ വോയിസും കാര്യങ്ങളൊക്കെ അടക്കം ഒരു നൈസ് ഐറ്റം ആയിരിക്കും. സോ തീർച്ചയായിട്ടും OnePlus ഫാൻസിന് വെയിറ്റ് ചെയ്യാം OnePlus 13Tക്ക് വേണ്ടി. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമുക്ക് മോട്ടോയുടെ ഒരു ഫ്ലിപ്പ് ഫോൺ വരുന്നുണ്ട്. അതിൻ്റെ Razer 60 എന്ന ഫോണാണ്. അതിൽ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ഘടകങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. 60 Pro നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഒരു ഫ്ലിപ്പ് ഫോൺ ആയിരിക്കും. എന്നാൽ ഇതിൽ 60 Ultra എന്നോ മറ്റോ പറഞ്ഞിട്ടൊരു ഫ്ലിപ്പ് ഫോൺ വരുന്നുണ്ട്. ഇത് ഇച്ചിരി വ്യത്യസ്തമാണ്. അതായത് ഓൾമോസ്റ്റ് 7 ഇഞ്ച് വരുന്ന ഒരു സൈസുള്ള ഫോണായിരിക്കും. നല്ല വലുപ്പമുള്ള ഡിസ്പ്ലേ ആയിരിക്കും. മെയിൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത് കവർ ഡിസ്പ്ലേ 4 ഇഞ്ച് തന്നെ. പക്ഷേ എന്നാലും അവധി വലുപ്പം കൂടിയ ഫോണുകൾക്ക് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫ്ലിപ്പ് ഫോണിനെ ഒന്ന് പരിഗണിക്കാം. നല്ല വലുപ്പമുള്ള ഡിസ്പ്ലേയുമായിട്ടാണ് മോട്ടോ Razer 60 Ultra എന്ന ഫോൺ വരാൻ പോകുന്നത്. സോ അതാണ് ലാസ്റ്റത്തെ ഒരു ഫോൺ. മൊത്തത്തിൽ ഞാൻ ഈ പറഞ്ഞ ഫോണുകളുടെ എല്ലാ ലിസ്റ്റ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ, ഫോൺ എടുക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് 30-40 റേഞ്ചിലേക്ക് ഫോൺ എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം വരുന്നതെല്ലാം തന്നെയും അടിപൊളി ക്ലീൻ നൈസ് ഐറ്റംസ് ആണ്, ഒരു രക്ഷയില്ല. സോ വെയിറ്റ് ചെയ്യേണ്ടവർക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. അപ്കമിങ് ഫോൺസിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്ത് വെക്കുക. സോ വീണ്ടും ഒരു വീഡിയോ കാണാം. ബൈ.